നമസ്കാരം, ഞാൻ അജു. ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ട് വിളിക്കുന്ന ഒഴിവുകളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. സീനിയോറിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് നിർബന്ധമായും രജിസ്ട്രേഷൻ പുതുക്കേണ്ടതും ആവശ്യമാണ്. ഇതിനായി കേരള ഗവൺമെൻറ്റിൻ്റെ employment.kerala.gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ സന്ദർശിച്ച് തൊഴിലന്വേഷകരുടെ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയതായി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ പുതുക്കുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജോബ് സീക്കർ റിന്യൂവൽ പേജിൽ ഡിസ്ട്രിക്ട് ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക. എക്സ്ചേഞ്ച് തിരഞ്ഞെടുത്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ തിരഞ്ഞെടുത്ത് കൊടുക്കുക. പുതിയ മാതൃകയിലുള്ള ID കാർഡാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും ലഭിക്കുന്ന പഴയ മാതൃകയിലുള്ള ID കാർഡാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ അതിൽ പഴയ ഫോർമാറ്റിൽ ഉദാഹരണത്തിന് W1223/12 എന്ന ഫോർമാറ്റിലായിരിക്കും രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവുക. എങ്കിൽ പുതിയ ഫോർമാറ്റിൽ 12/W1223 എന്ന ഫോർമാറ്റിൽ വേണം രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉദ്യോഗാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനനത്തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉദ്യോഗാർത്ഥിയുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അത് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തി റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി മെസ്സേജ് വരുന്നതാണ്. ID കാർഡും രജിസ്ട്രേഷൻ പുതുക്കിയതിൻ്റെ റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. റെസിപ്റ്റിൽ ഇനി എപ്പോൾ പുതുക്കണം എന്ന ഡേറ്റ് കൊടുത്തിരിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.